പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമുക്ക് ദൈവാനുഗ്രഹമാണ് ഈ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇന്ന് വായന കിട്ടിയ സഹോദരൻ ഇന്ന് കോളടിച്ചല്ലോ, വായന കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊരു ദൈവാനുഗ്രഹമാണ് അച്ഛാ. നമ്മൾ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ലഭിക്കേണ്ടത് ദൈവം തന്നത് തരും, നമുക്കത് ലഭിച്ചിരിക്കും. അതുകൊണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല. ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 1 തിമോത്തി 6:6. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. നമുക്കതുകൊണ്ട് ദൈവഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമുക്ക് ഭക്തിയോടുകൂടെ പങ്കുചേരാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, എപ്പോഴും യുക്തമായ കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായവയിൽ വാക്കിലും പ്രവൃത്തിയിലും വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന്. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശേഷിക്കുന്നവർ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്ന ഇടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസമറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കുകയും തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. കർത്താവെ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്ന അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. ശാന്തി ലഭിക്കും. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. അവർക്കൊരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു. എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുൻപിലുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. കർത്താവേ, അവിടുത്തെ നിയമങ്ങൾ എന്നെ പഠിപ്പിച്ചുകൊണ്ട് എൻ്റെ അധരങ്ങൾ അങ്ങയെ പുകഴ്ത്തട്ടെ. എൻ്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും. എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ്. കർത്താവേ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു. അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം. അങ്ങയുടെ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നോടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിങ്ങനെ സാധാരണ നാട്ടുവർത്തമാനത്തിൽ പറയുന്നൊരു കാര്യമാണല്ലോ, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോത്കർഷത്തിലുള്ള അസഹ്യത. അതാണ് ഒരുവൻ്റെ നന്മയിൽ മറ്റൊരുവന് ഉണ്ടാകുന്ന ദുഃഖമാണ് അസൂയ. അപ്പോൾ ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോഴും യോഹന്നാൻ ശ്ലീഹ ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ്. നമുക്കറിയാം, തിരുവത്താഴ സമയത്ത് വക്ഷസിൽ ചാരിക്കിടന്നവനാണ്. അപ്പോൾ വേറൊരാൾ ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നത് കാണുമ്പോൾ യോഹന്നാൻ ശ്ലീഹയ്ക്ക് സഹിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഗുരുവിനോട് ചോദിക്കാമല്ലോ. ഒരാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ യേശുനാമത്തിൽ, നിൻ്റെ നാമത്തിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണം ഗുരു എന്നെങ്കിലും ഒന്ന് ചോദിക്കാമല്ലോ. ഇത് പോയി ആദ്യം തന്നെ വിലക്കി. കാരണം പറഞ്ഞ് വിളിച്ചിട്ട് വന്നില്ല, കൂടെ വിളിച്ചിട്ട് വന്നില്ല, അതാണൊരു കാരണം. അപ്പോൾ ഈശോയുടെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കേ. ഇതുപോലൊരു സംഭവം സംഖ്യാപുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ ഉണ്ട്. അതായത് മോശയുടെ ഡ്യൂട്ടി കൂടി. അപ്പോൾ മോശയിലുള്ള ചൈതന്യം 70 നേതാക്കന്മാർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. അങ്ങനെ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിൽ നിന്ന് 70 പേരെ വിളിച്ചു കൂട്ടുക, അവരെ സമാഗമ കൂടാരത്തിങ്കൽ കൊണ്ടുവരിക, അവർ അവിടെ നിന്നോടൊപ്പം ഇരിക്കട്ടെ, ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും, നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും, ജനത്തിൻ്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും. അപ്പോൾ മോശയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 24-ാമത്തെ വചനം, സംഖ്യാപുസ്തകം 11:24 എത്തുമ്പോഴത്തേക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് മോശ പുറത്ത് ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അവർ പിന്നീട് പ്രവചിക്കാത്തതെന്ന് അത് പറയുന്നില്ല. അവർ ആദ്യം പ്രവചിച്ചു, പിന്നെ പ്രവചിച്ചു. എല്ലാവർക്കും കണ്ണുകടി ഉണ്ടായിക്കാണും. ഈ 70 പേർക്ക് കൊടുത്തല്ലോ, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് വല്ല ചിന്തയുണ്ടായിക്കാണാം. അപ്പോൾ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ആയിരിക്കാം, ഞങ്ങളൊന്നിനുമില്ലേ എന്ന് പറഞ്ഞ് അവരങ്ങ് നിർത്തി. അതിൽ 2 പേര്, എൽദാദ് മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്ക് ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന് സമീപത്തേക്കേ പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. മോശയോടാണ് പറഞ്ഞത്, മോശയുടെ ചൈതന്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേര്, ബാക്കിയുള്ള എല്ലാവരും നിർത്തി, 68 പേരും നിർത്തി, 2 പേര് പ്രവചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു യുവാവ് ചെന്ന് ഓടിച്ചെന്ന് പറഞ്ഞു, മോശയോട് പറഞ്ഞു. ഇത് കേട്ട മോശയുടെ ശുശ്രൂഷകരിൽ പെട്ട ഒരാൾ ജോഷുവ ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷു പറഞ്ഞു, പ്രഭോ, അവരെ വിലക്കുക. മോശയോട് ജോഷുവ പറയാണ്, പ്രഭോ, അവരെ വിലക്കുക. 2 പേരിന്ന് പ്രവചിക്കുകയാണ്, അവരെ വിലക്കുക. അപ്പൊ മോശ ജോഷുവോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിന് അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാവരും പ്രവചിക്കണമെന്നാണ് മോശയുടെ ആഗ്രഹം, ശിഷ്യൻ്റെ ആഗ്രഹം. നോക്കിക്കേ, ഇത് ദൈവമേഖലയിൽ പോലും കടന്നുകൂടുന്ന ഒരു കാര്യമാണ് ഈ അസൂയ. അപ്പോൾ ഒരുവൻ്റെ നന്മയിൽ മറ്റൊരുവന് ഉണ്ടാകുന്ന ദുഃഖമാണ് അസൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-23 വാക്യത്തിൽ, ഹീനമായ അസൂയയുമൊത്ത് ഞാൻ ചരിക്കയില്ല, അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല. ദൈവമേഖലയിൽ അത് ബന്ധമില്ലാത്തൊരു കാര്യമാണ് അസൂയ. അപ്പോൾ നമ്മളിങ്ങനെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അസൂയായിട്ട് ചേർന്ന് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത്
ചിലവർ നന്നായിട്ട് പ്രകടിപ്പിക്കും. അസൂയ വന്നു കഴിഞ്ഞാൽ ഒരുവൻ ഇങ്ങനെ എന്തെങ്കിലും മെച്ചപ്പെട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രകടിപ്പിക്കും. വാക്കിലോ ഭാവത്തിലോ പെരുമാറ്റത്തിലോ അനിഷ്ടം കാണിക്കും. നമുക്കത് അനുഭവവേദ്യമുള്ള കാര്യമല്ലേ? വാക്കിലോ പെരുമാറ്റത്തിലോ ഭാവത്തിലോ അനിഷ്ടം കാണിക്കും. നമ്മൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ചിലപ്പോൾ മിണ്ടിയല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് അസൂയയും തർക്കവും. അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കം വരും. അതുകൊണ്ടാണ് കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-3 വാക്യം, എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, നിങ്ങളുടെ ഇടയിൽ അസൂയവും തർക്കവും നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ? ജഡീകരും സാധാരണക്കാരുമല്ലേ അസൂയ ഉണ്ടെങ്കിൽ? ഇനി അസൂയ വരുമ്പോൾ വരുന്നൊരു കാര്യമാണ് സ്വാർത്ഥത. അത് കുട്ടികളിൽ പോലും കാണാറുണ്ട്. എന്നെക്കാളും നന്നായിട്ട് പഠിച്ച് അവൾ നല്ല മാർക്ക് മേടിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു നോട്ട്സ് ചോദിച്ചാൽ പോലും കൊടുക്കില്ല. കയ്യിലുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് വിശ്വസിക്കത്തക്ക വിധത്തിൽ അയ്യോ എനിക്കില്ലല്ലോ എന്ന് പറയും. കാരണം ഇതെങ്ങാനും അവൾ പഠിച്ച് എന്നെക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചാലോ എന്ന് കരുതി. അപ്പോൾ സ്വാർത്ഥമോഹം അത് അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. ഇല്ലേ? കുരുത്തക്കേടും ക്രമക്കേടും അക്രമമൊക്കെ കാണിക്കുന്നവർക്ക് അതിൻ്റെ പിന്നിൽ മുളയെടുക്കുന്നൊരു കാര്യം അസൂയയാണ്. ഇനി അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് അസൂയ അങ്ങ് മൂത്തിട്ട് ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കും. അപവാദം അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ്. അതാണ് 1 പത്രോസ് 2:1, നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപഠ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കും. ഇല്ലാക്കഥ പറയുന്നു. ഒരാൾ നന്നാകുന്ന കാണുമ്പോൾ അയാളെക്കുറിച്ചൊരു ഇല്ലാക്കഥ പറയുക. അപ്പോൾ അയാൾ അങ്ങ് താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു കാര്യമാണ് അസൂയയും കോപം. ഒരാൾക്ക് നമ്മളോട് വെറുതെ ഒരു കാരണമില്ലാത്ത ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കോ അയാൾക്ക് നമ്മളോട് അസൂയുണ്ട്. വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ നമ്മളൊരു തെറ്റ് ചെയ്തായിട്ട് കാണുന്നുമില്ല. നമ്മളുടെ എന്തെങ്കിലും ഒരു നന്മയിൽ അയാൾക്കുള്ള അസൂയയാണത്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 24-ാം വാക്യം, അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് വഴക്കുണ്ടാകും. വഴക്ക് ഇത് തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം അത് 6-ാം അധ്യായത്തിൽ പറയുന്ന വ്യാജ പ്രബോധകർ എന്ന ടൈറ്റിലോടുകൂടി പറയുന്ന കാര്യമാണ്. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസംശയങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഇത് എൻ്റെ കൂടെ വരുന്ന കാര്യം. വഴക്ക് വരുന്നതിൻ്റെ ഒരു കാരണം അസൂയ കൊണ്ടാണ്. അസൂയ അത് നമ്മളൊരു ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ കാര്യം എടുത്താലും ജോഷുവയുടെ കാര്യം എടുത്താലും ഇവരത് പ്രകടിപ്പിക്കാത്ത അസൂയ നമ്മൾ അറിയ പോലുമില്ല. എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ അറിയും? പ്രകടിപ്പിക്കാത്ത അസൂയ. നമ്മളോട് വലിയൊരു ദുഃഖമുണ്ട്, നമ്മൾ വളരുന്നതിൽ വലിയ വിഷമമുണ്ട്, എന്നിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പിന്നാമ്പുറത്തുള്ള പണികൾ അതിൻ്റെ എക്സ്ട്രീം പോകുന്ന കാര്യമാണ്. നമ്മൾ നശിക്കാൻ വേണ്ടി മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ക്ഷുദ്രക്രിയകൾ നമുക്കെതിരെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എങ്ങനെ അറിയും? ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ യോഹന്നാൻ ശ്ലീഹയുടെ മുമ്പിൽപ്പെടാതെ അയാൾ ആ ശുശ്രൂഷ ചെയ്തേനെ. ഇനി യോഹന്നാൻ ശ്ലീഹ ഇത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ആ ശുശ്രൂഷ ഇട്ടിട്ട് പോയേനെ, ഇങ്ങനെ ഒരു കുറ്റം പറയാനായിരുന്നെങ്കിൽ. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അസൂയപ്പെടാതിരിക്കാൻ ഒരു വഴിയുള്ളൂ, നമ്മളധികം വെളിപ്പെടുത്തരുത്, നമ്മളധികം പ്രൊജക്റ്റ് ചെയ്യരുത്. ഞാൻ ഇന്നതാണെന്ന് കാണിച്ചു കൊടുക്കരുത്. നമ്മൾ ഇന്നതാണെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവരറിഞ്ഞു, നമുക്കെതിരെ പണി തുടങ്ങും, നമ്മൾ അറിയാതെ പണി തുടങ്ങും. അതിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. പ്രകടിപ്പിക്കാത്ത അസൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം. നമുക്ക് അസൂയ ഉണ്ടെങ്കിൽ അതിന് മരുന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 1 തിമോത്തി 6:6. മറിയത്തിൻ്റെ ഗുണം അതാണ്.
മറിയത്തിൻ്റെ ഗുണം അതാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, അഹങ്കാരിയാകാതെ. കൊച്ചി രൂപതയിലെ ലൂക്കച്ചൻ എഴുതിയൊരു പാട്ടുണ്ട്. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഉദ്ധതയാകാതെ ഉന്നത പുത്രനെ ഉദരത്തിലന്നു നീ സംവഹിച്ചു. ഉദ്ധതയാകാതെ ഉന്നത പുത്രനെ ഉദരത്തിലന്നു നീ സംവഹിച്ചു. ഉള്ളം കനിഞ്ഞു നീ ഉൾക്കാഴ്ചയേകണേ, ഉള്ളതിൽ ഞങ്ങളും തൃപ്തരാകാൻ, ഉള്ളതിൽ ഞങ്ങളും തൃപ്തരാകാൻ. നമുക്കുള്ളത് തരുമെന്നേ. നമ്മൾ എന്തിനാ അസൂയപ്പെടുന്നത്? നമ്മൾ എന്തിനാ പിടിച്ചു പറിക്കാൻ പോകുന്നത്? നമ്മൾ എന്തിനാ അവനെതിരെ, അവൻ നശിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്, തർക്കമുണ്ടാക്കുന്നത്? നമുക്കുള്ളത് ദൈവം തരുമെന്നേ. ഉദ്ധത എന്ന വാക്കിൻ്റെ അർത്ഥം അഹങ്കാരം. അഹങ്കാരമുണ്ടായാലുള്ള ഒരു പ്രതിഫലനമാണ് അസൂയ. അതുകൊണ്ട് നമുക്ക് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് ഈ തീർത്ഥാടനം നടത്തി ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് ഇവിടെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എനിക്ക് ഒന്നുമില്ല കർത്താവേ, അതുകൊണ്ടാണല്ലോ ഞാൻ അസൂയപ്പെടുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് താ കർത്താവേ. ഞാൻ ചോദിക്കുന്നതൊക്കെ തന്നാൽ, എനിക്ക് എന്നെ കരയാൻ വിടാതിരുന്നു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിച്ചാൽ, എനിക്ക് ഈ കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരുമല്ലോ കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ തീർത്ഥാടനം നമുക്ക് നടത്താം. ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ, ഒത്തിരി കൃപയുണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചരാ കൈകളിൽ നാദാ വീഴുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. പ്രിയ സഹോദരൻ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അർഹമായ ശുശ്രൂഷ വഴി അങ്ങേ രഹസ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ മഹിമയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ അർപ്പിക്കുന്നത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു.
അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ തിരുവരങ്ങേ മഹിമകനാവും നിറഞ്ഞു മതിയും വിണ്ടലമോ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യതുമായി ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു.
എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമവരെ അങ്ങേ മരണമേങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പേൽ ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലും മായിടണം. അന്തന്നു വേണ്ടുമ്പോൾ ആഹാരമിന്നു ഞങ്ങൾക്കു
ഉൾപ്പെടുത്താതെയും തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യജ്ഞാനി എങ്കിൽ കണ്ണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യജ്ഞാനി എങ്കിൽ കണ്ണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യജ്ഞാനി എങ്കിൽ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രിയ സഹോദരരെ, വേളാങ്കണ്ണി പരിശുദ്ധ ആരോഗ്യ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ സമയക്രമവും കുർബാനകൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങളുടെ വിവരങ്ങളും ഇവിടെ അറിയിക്കുകയാണ്. ഇവിടെ ദിവസേന 11 പരിശുദ്ധ കുർബാനകളാണ് അർപ്പിക്കപ്പെടുക. ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും 12 കുർബാനകൾ. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന GR+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസ്ലിക്കയിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തമിഴ് കുർബാന, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസ്ലിക്കയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ, ചൊവ്വാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണിയും. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം.
എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസ്ലിക്കയിൽ വൈകിട്ട് 5:30 ജപമാലയും തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചനപ്രഘോഷണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തുടർന്ന് ലോവർ ബസ്ലിക്കയിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നല്ല കുമ്പസാരം നടത്താനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗന പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11:30 മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ പ്രധാന ദേവാലയത്തിൻ്റെ സമീപമുള്ള ആവേ മരിയ എന്ന ഹാളിൽ വൈദികരുടെ സാന്നിധ്യമുണ്ടായിരിക്കും. ഏകദേശം 12 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ അടിമസമർപ്പണ ആശീർവാദ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ വാങ്ങിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ വെഞ്ചരിക്കുന്നതിനും നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇടവേള കൊടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രമാണ്. ഇവിടെ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം വ്യക്തിപരമായ ആശീർവാദങ്ങളൊന്നും തന്നെ നൽകപ്പെടുന്നില്ല. പൊതുവായ അനാൻ വെള്ളം തളിച്ചുകൊണ്ടുള്ള ആശീർവാദം മാത്രമാണ് നൽകപ്പെടുക. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവു ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾനിറൈ സുവടുകൾ, അതായത് കൃപയുടെ അടയാളങ്ങൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കുവിലും ഉണ്ടായിരിക്കും. എല്ലാ തീർത്ഥാടകരെയും ഈ ഡോക്യുമെൻ്ററി കാണുവാൻ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ അഭിഷേകമുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മണിക്കൂറുകളും ദിനങ്ങളും ആശംസിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ രഹസ്യങ്ങൾ വഴി അവയുടെ അച്ചാരം സ്വീകരിച്ചുകൊണ്ട് അവയുടെ ഫലം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും
കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു.